കേരള കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥികളെ ലൈംഗികമായി പീഡിപ്പിച്ച അധ്യാപകനായി തിരച്ചിൽ. ദേശമംഗലം സ്വദേശി കനകകുമാറാണ് ഒളിവിൽ തുടരുന്നത്. ഇയാളുടെ സുഹൃത്തുക്കളും പോലീസ് നിരീക്ഷണത്തിലാണ്. കനകകുമാർ മദ്യപിച്ച് ക്ലാസ്സിലെത്തി ലൈംഗിക അതിക്രമം നടത്തിയെന്നായിരുന്നു 6 കുട്ടികളുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതോടെ ഇയാളെ സർവകലാശാല സസ്പെൻഡ് ചെയ്തിരുന്നു. അതേസമയം സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് സർവകലാശാലയിലെ വിദ്യാർത്ഥിനികൾ. വിവരങ്ങളുമായി കലാമണ്ഡലത്തിൽ കുറച്ചധികം കാലങ്ങളായിട്ട് തന്നെ വിദ്യാർത്ഥികൾ പല അധ്യാപകരിൽ നിന്നും, എല്ലാവരും എന്ന് പറയുന്നില്ല, എന്നാൽ ഒരു വിഭാഗം അധ്യാപകരിൽ നിന്നും പല രീതിയിലുള്ള ചൂഷണങ്ങൾ, മാനസികമായും ശാരീരികമായും, അവരുടെ എക്സാംസിൽ അവരെന്നെ തോൽപ്പിക്കും, അല്ലെങ്കിൽ വീട്ടിൽ വിളിച്ച് അവരെന്നെ കുറ്റം പറയും, അങ്ങനെയുള്ള ഭീഷണികളിൽ നിന്നും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിന്നും അവരെന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അധ്യാപകർ. അപ്പം അതിൽ നിന്നും ഇവരെന്നെ മോചിപ്പിക്കുക അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന രീതിയിൽ ആണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രതിഷേധമായിട്ട് മുന്നോട്ട് വരുന്നത്. ഇപ്പോഴാണ് ഒരു വിഭാഗം കുട്ടികൾ അവരുടെ പ്രതിഷേധം ഒരു കംപ്ലൈൻറ്റ് എന്ന രീതിയിൽ ഒരു അധ്യാപകനെതിരെ നൽകിയിട്ടുള്ളത്. അങ്ങനെയുള്ള എല്ലാ അധ്യാപകർക്കെതിരെയുള്ള പ്രതിഷേധമായി വിദ്യാർത്ഥി യൂണിയൻ കലാമണ്ഡലത്തിൽ ഒരു പ്രതിഷേധ യജ്ഞം പോലെ നടത്തുകയാണ്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഈ ഒരു പരാതി ഉയർന്നു, അതോടൊപ്പം പോലീസ് കേസെടുത്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ ആരോപണ വിധേയനായ പ്രതിയായ അധ്യാപകൻ കനകകുമാറിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധത്തിലാണ്. കാരണം നാളുകളോളം ഇയാളുടെ ഭാഗത്തുനിന്ന് ലൈംഗിക ചൂഷണം നേരിടുന്നു. മദ്യപിച്ച് ക്ലാസ്സിലെത്തിയിട്ട് പോലും യാതൊരു നടപടിയും ഉണ്ടായില്ല. പിന്നീട് വിദ്യാർത്ഥികൾ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്, കേസെടുത്തതിന് പിന്നാലെയാണ് സർവകലാശാല ഈ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത്. പക്ഷേ ഇപ്പോഴും ഇയാൾ ഒളിവിൽ തുടരുന്നു. എന്തെങ്കിലും സൂചനയുണ്ടോ? എവിടെയാണ് പ്രതി എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? അറസ്റ്റ് ഉടൻ ഉണ്ടാകുമോ? സർവകലാശാല തന്നെ നടത്തിയിട്ടുള്ള ഒരു അന്വേഷണത്തിലാണ് ഈ അധ്യാപകൻ ഇത്തരത്തിൽ വിദ്യാർത്ഥികളോട് ലൈംഗിക അതിക്രമം നടത്തി എന്നുള്ളൊരു പ്രാഥമിക കണ്ടെത്തലിനെ തുടർന്നാണ് വീണ്ടും ചെറുതുരുത്തി പോലീസിന് അധ്യാപകർ തന്നെ VC തന്നെ പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായത്. ആ ഒരു സാഹചര്യത്തിൽ അധ്യാപകൻ ലൈംഗിക അതിക്രമം കുട്ടികളോട് നടത്തി എന്നുള്ള കാര്യം വ്യക്തമാണ്. മാത്രമല്ല, മദ്യപിച്ച് ക്ലാസ്സിലെത്തിയാണ് കുട്ടികളുടെ ശരീരഭാഗങ്ങളിൽ തൊടുകയും അവരോട് അശ്ലീല ചുവയോടെ സംസാരിക്കുകയും ചെയ്തു എന്നുള്ള കാര്യത്തിലും വ്യക്തത വന്നിട്ടുണ്ട്. ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് അധ്യാപകനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നത്. എന്തായാലും ഈ കനകകുമാർ എന്ന് പറയുന്ന കുടിയേറ്റം അധ്യാപകൻ ആ ദിവസം മുതൽ ഒളിവിലാണ്. എന്തായാലും അയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. കനകകുമാറിന്റെ കുടുംബവുമായും സുഹൃത്തുക്കളുമായും ഒക്കെ ചേർത്ത് വെച്ച് പോലീസ് അന്വേഷണം നടത്തുന്നത്. ഇവരൊക്കെ നിരീക്ഷണത്തിലാണ്. ഇവരുടെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ ഈ സർവകലാശാലയിൽ അല്ലെങ്കിൽ ഒരു വിദ്യാലയത്തിൽ പാടില്ലാത്ത തരത്തിലാണത്. ചെറിയ കുട്ടികളുള്ള ക്ലാസുകളിൽ പോലും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം നിരവധിയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇത്രയധികം മെച്യൂർഡ് ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു കലാലയത്തിൽ ഒരു അധ്യാപകൻ മദ്യപിച്ച് ക്ലാസ്സിൽ കയറി ഇത്തരത്തിൽ കുട്ടികളോട് അശ്ലീല ചുവയോടെ സംസാരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോക്സോ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അധ്യാപകനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. എന്തായാലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കനകകുമാറിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. അതേസമയം വിദ്യാർത്ഥികൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധവുമായാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ പ്രതിഷേധത്തിനിടയിൽ തന്നെ കുട്ടികൾ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പല അധ്യാപകരും ഇത്തരത്തിൽ ഇന്റേണൽ മാർക്കിന്റെയും ഇന്റേണൽ അസസ്മെന്റിന്റെയും പേരിലൊക്കെ കുട്ടികളെ ഇത്തരത്തിൽ പീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന സാഹചര്യമുണ്ട്. ഇത്തരം നീക്കങ്ങളൊക്കെ പല അധ്യാപകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഇവരെയൊക്കെ സംരക്ഷിക്കേണ്ട സാഹചര്യം നിലവിൽ സർവകലാശാലയ്ക്കില്ല. ഈ പരാതിപ്പെട്ട സാഹചര്യം, അതായത് കനകകുമാറിനെതിരെ പരാതി നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ അയാൾക്കെതിരെ സർവകലാശാല നടത്തിയ അന്വേഷണത്തിൽ അതിൽ വ്യക്തതയുണ്ട്. അതല്ലെങ്കിൽ അയാൾ ഇത്തരത്തിൽ അശ്ലീല ചുവയോടെ കുഞ്ഞുങ്ങളോട് പെരുമാറുകയും അവരോട് മോശമായി ലൈംഗിക അതിക്രമം നടത്തുകയും ചെയ്തു എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നതോടുകൂടിയാണ് ഈ സർവകലാശാല തന്നെ നേരിട്ട് പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും കനകകുമാറിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ടോം, ഇയാളുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ നിരീക്ഷണത്തിലാണ് ഈ അധ്യാപകന്റെ. ഒളിവിൽ പോകാനുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള എന്തെങ്കിലും അന്വേഷണമുണ്ടോ, നടക്കുന്നുണ്ടോ? മാത്രമല്ല, ആരെങ്കിലും ഇയാളെ സംരക്ഷിക്കുന്നതായിട്ട് സൂചനയുണ്ട്. കാരണം അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഈ സർവകലാശാല ഈ പരാതി കിട്ടി, പരാതിയിന്മേൽ കഴമുണ്ടെന്ന് വ്യക്തമായതോടെ അധ്യാപകനെതിരെ നടപടി സ്വീകരിച്ചു, പോലീസിൽ പരാതി കൈമാറുകയും ചെയ്തു. ഈ സർവകലാശാലയുടെ ഭാഗത്തുനിന്ന് ഈ അധ്യാപകനെ സംരക്ഷിക്കുന്ന ഒരു സമീപനം ഉണ്ടായില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഈ അറസ്റ്റ് വൈകുന്നത്? ഇയാൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി
കോടതിയെ സമീപിക്കാനുള്ളൊരു സാഹചര്യമൊക്കെ ഒഴിവാക്കേണ്ടതല്ലേ? അതിനു മുൻപ് തന്നെ ഈ പ്രതിയെ, പ്രത്യേകിച്ചും ഈ കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട, അവർക്ക് നല്ല പാഠങ്ങൾ പകർന്നു കൊടുക്കേണ്ട ഒരു അധ്യാപകൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു നടപടി ഉണ്ടാകുമ്പോൾ യാതൊരു കാരണവശാലും ഇയാളെ സംരക്ഷിക്കാൻ പാടില്ല. ശക്തമായ നടപടി ആവശ്യമാണ്. അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് ഈ അന്വേഷണം നീളുന്നത്? ഈ അധ്യാപകനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ അധ്യാപകൻ അപ്പോൾ തന്നെ ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അയാൾക്ക് വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് ഈ സുഹൃത്തുക്കളും വീട്ടുകാരും ഒക്കെ കേന്ദ്രീകരിച്ചും ഇയാൾ പോകാനുള്ള സാഹചര്യങ്ങളും ഇടങ്ങളും ഒക്കെ പരിശോധനയിൽ വരുന്നത് എങ്ങനെയാണ്. പോലീസിന്റെ നിരീക്ഷണത്തിലാണ് സുഹൃത്തുക്കളും. ടോം സൂചിപ്പിച്ചതുപോലെ ആരെങ്കിലും സംരക്ഷിക്കുന്നുണ്ടോ, അത്തരമൊരു സാഹചര്യം നിലവിൽ ഉണ്ടാകാം. അതല്ലെങ്കിൽ ഇയാള് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഒളിവിൽ പോകുന്ന സാഹചര്യം പോലീസിന് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായത് അങ്ങനെയാണ്. അതായത് ഇയാള് കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ തന്നെ ഒളിവിൽ പോവുകയും അയാളെ സംരക്ഷിക്കാൻ ആളുണ്ട് എന്നുള്ള കാര്യം വ്യക്തത. പക്ഷേ ടോം സൂചിപ്പിച്ച കാര്യം പ്രധാനമാണ്. കാരണം അധ്യാപകനെ സർവകലാശാല സംരക്ഷിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട അധ്യാപകരും അതുപോലെ സർവകലാശാലയും നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഇയാള് ഈ അശ്ലീല ചുവയോടെ കുഞ്ഞുങ്ങളോട് പെരുമാറുകയും അവരുടെ നേരെ ലൈംഗിക അതിക്രമം നടത്തി, അതായത് കുട്ടികളുടെ ശരീരത്തിൽ തൊട്ട് അശ്ലീല ചുവയോടെ സംസാരിക്കുകയും അവരുടെ ശരീരത്തെ സ്പർശിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് ഈ അധ്യാപകർ അധപതിച്ചു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. അത് VC കണ്ടെത്തിയിട്ടുണ്ട്, സർവകലാശാല അത് കണ്ടെത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ കേസുമായി മുന്നോട്ട് പോകുന്നതും ചെറുതുരുത്തി പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പോക്സോ പ്രകാരമാണ് കേസ് എടുത്തിട്ടുള്ളതും അങ്ങനെയാണ്. ആ ഒരു സാഹചര്യം കൂടെ കണക്കാക്കുമ്പോൾ ഈ ദേശമംഗലം സ്വദേശിയാണ് ഈ അധ്യാപകൻ കനകകുമാർ, ദേശമംഗലം സ്വദേശിയാണ്. ഇയാളുടെ പ്രദേശവുമായി കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമായിട്ടുണ്ട്, ആക്കിയിട്ടുണ്ട്. അതുപോലെ ഇയാളുടെ സുഹൃത്തുക്കളും ഫാമിലിയും കുടുംബ അംഗങ്ങളും ഒക്കെ നിരീക്ഷണത്തിലാണ്. അവരുമായി ബന്ധപ്പെട്ടും ഈ കനകകുമാർ പോകാൻ സാധ്യതയുള്ള ഇടങ്ങളും ഒക്കെ പരിശോധിച്ചു വരികയാണ് പോലീസ്. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുൻകൂർ ജാമ്യാപേക്ഷയും ഇയാൾ കോടതിയിൽ സമീപിക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരം കാര്യങ്ങളിൽ പോക്സോ കേസുകളിലൊക്കെ ഇടപെടലുകൾ നടത്തേണ്ടതാണ്. പക്ഷെ അതിന് കഴിഞ്ഞില്ല. അതിനു മുൻപേ തന്നെ ഇയാൾ ഒളിവിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. നിലവിൽ കനകകുമാർ ഒളിവിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസ് ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ടോം, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഈ അധ്യാപകനെതിരെ, അതായത് 6 വിദ്യാർത്ഥികളാണ് അധ്യാപകനെതിരെ പരാതി നൽകിയത്. മദ്യപിച്ച് ക്ലാസ്സിലെത്തുന്നു, അശ്ലീല ചുവയോടെ സ്പർശിക്കുന്നു, സംസാരിക്കുന്നു തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള ആരോപണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിനികൾ നൽകിയ പരാതി പോലീസിന് സർവകലാശാല അധികൃതർ കൈമാറുന്നു. പോലീസ് പോക്സോ വകുപ്പ് ചുമത്തിയാണ് കേസുമെടുത്തത്. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ അധ്യാപകന് വേണ്ടി അന്വേഷണം തുടരുന്നു. സ്പോട്ട് ലൈവിലേക്ക് തിരികെ